അയ്യപ്പേട്ടാ, അങ്ങനെ നിലമ്പൂരിൽ എം സ്വരാജിനെ ഇറക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചോദിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, അങ്ങനെയല്ല പ്രജിത, പിണറായി എം സ്വരാജിന്റെ തോളിൽ തട്ടി പറയും എം സ്വരാജ് നിൽക്കുകയും ചെയ്യും. ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അത് ചേട്ടൻ പറഞ്ഞിരുന്നു. എക്സാക്ട് അത് തന്നെ സംഭവിച്ചിരിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും. ആ ഒരു കാര്യങ്ങളിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ അതുമായി വിലയിരുത്തി നോക്കുമ്പോൾ എന്തൊക്കെയാണ്? അതായത് പിണറായി എന്ന രാഷ്ട്രീയ ബുദ്ധിക്കാരൻ, രാഷ്ട്രീയ നിരീക്ഷകൻ, അയാൾ ശരിക്കും ഒരു രാഷ്ട്രീയക്കാരൻ തന്നെയാണ്. അപ്പോൾ പിണറായി വിജയൻ എം സ്വരാജിൻ്റെ കൂടെ നീ മത്സരിക്കണം എന്ന് തോളിൽ തട്ടി പറഞ്ഞു എന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു. അതാണ് നമ്മൾ പറഞ്ഞത്. അത് തന്നെ സംഭവിച്ചു. അതിൽ 2-3 അർത്ഥങ്ങളുണ്ട്. ഒന്ന്, ഈ പറയുന്ന നിലമ്പൂര് ഈ എം സ്വരാജ് മത്സരിക്കുന്നതോടുകൂടി ഒരു രാഷ്ട്രീയ മാനം ഈ ഇലക്ഷൻ ഉണ്ടാകും. ഒരു രാഷ്ട്രീയ മാനം ഉണ്ടാകും. രാഷ്ട്രീയ മാനം ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ആര്യാടൻ ഷൗക്കത്താണ് മത്സരിക്കുന്നത്. ആര്യാടൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുമ്പോൾ ഇത്രയും നല്ലൊരു കാൻഡിഡേറ്റ് കോൺഗ്രസിന് വേറെ നിർത്താനില്ല എന്ന അർത്ഥവും വരും അതിൽ. അൻവറിന് വേറെ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ജോയിയെ നിലമ്പൂർ നിർത്തിയ ശേഷം അദ്ദേഹത്തിന് മലപ്പുറത്ത് തന്നെ മറ്റൊരു മണ്ഡലത്തിൽ മത്സരിച്ച് അവിടെ നിന്ന് ജയിച്ച് ഒരു മുന്നണിയുടെ ആളായിട്ടാണെങ്കിലും മന്ത്രിയാവുക എന്ന ലക്ഷ്യമൊക്കെ അൻവറിനുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. അതെല്ലാം പൊളിഞ്ഞ് ഇപ്പോൾ അൻവർ ഇപ്പോൾ പഞ്ചപുച്ഛ അടക്കി ഇപ്പോൾ യു ഡി എഫ് ഇനി അൻവറിനെ ചേർക്കും. കാര്യം ഈ പറയുന്ന രീതിയിൽ ആര്യാടൻ ഷൗക്കത്തും എം സ്വരാജും തമ്മിൽ മത്സരിക്കുമ്പോൾ ഇനിയിപ്പോൾ അൻവർ ഒന്നുമല്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിച്ചപ്പോഴും അൻവർ ഏത് സീറ്റിലേക്ക് പോകുന്നു എന്ന് പോലും പറയുന്നതിനൊരു പ്രസക്തിയില്ല. അൻവറിന് ഇനി പ്രസക്തിയില്ല. അൻവറിന്റെ പ്രസക്തി ഇവിടെ കൊണ്ട് കഴിഞ്ഞു. ഈ LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് വരെ മാത്രമേ അൻവർ തീർന്നു കഴിഞ്ഞു. അൻവറിനെ ഇനി UDF കൂട്ടിയേ പറ്റൂ. കാര്യം കുറച്ച് വോട്ട്, അല്ലെങ്കിൽ അൻവറിന് UDF പിറകെ പോയേ പറ്റൂ. അപ്പോൾ നാം സ്വരാജിന്റെ കാര്യം പറയുമ്പോൾ, സ്വരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറത്തുകാരനാണ്. മലപ്പുറത്തുകാരനായ എം സ്വരാജ്, നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മുടെ സംസാരത്തിൽ നമ്മൾ പറഞ്ഞത്, എം സ്വരാജിനെ നിർത്തി മത്സരിപ്പിക്കാൻ CPM ചങ്കൂറ്റമുണ്ടോ? അതെ, മാങ്കൂട്ടത്തിൽ ചോദിക്കുകയും ചെയ്തു. അതെ, മാങ്കൂട്ടം ചോദിച്ചത് മാത്രമല്ല, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി, നമ്മൾ ഓരോരുത്തരും രാഷ്ട്രീയ വിദ്യാർത്ഥികളാണ്. അപ്പം നമ്മൾ ചോദിച്ചതാണ്, നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടോ? അല്ലാതെ കണ്ട റബ്ബർ സ്റ്റാമ്പുകളൊക്കെ പിടിച്ചു നിർത്തി എന്തിന്? ഇത് ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതിനൊരു രാഷ്ട്രീയ മാനം ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ആ ഒരു ബൈ പൊളിറ്റിക്കലി ആ വലിപ്പമുണ്ട്. എം സ്വരാജിന് ഒരു വലിപ്പം, തലയെടുപ്പ്. എം സ്വരാജിൻ്റെ അയാൾ നല്ല ഒരു പ്രഭാഷകനാണ്. നമ്മളൊരിക്കൽ പറഞ്ഞു, അദ്ദേഹം പിണറായിക്കൊപ്പം നിന്ന് പിണറായി വളരുന്നതിനും പിണറായി വളർത്തിയത്, ഇപ്പോൾ അതേ റെസിഡന്റ് എഡിറ്ററാണ് ദേശാഭിമാനിയുടെ. അപ്പോൾ അദ്ദേഹത്തിന് അവസരം കൊടുത്തിരുന്നു. പിണറായി അദ്ദേഹത്തിന് അവസരം കൊടുത്താണ് അദ്ദേഹം തൃപ്പൂണിത്തുറ ഒരു തവണ ജയിച്ചത്. രണ്ടാമതൊരു തവണ അദ്ദേഹം ബാബുവിനോട് തോറ്റത്. പിന്നീട് അദ്ദേഹത്തിന് നിയമസഭ വരാൻ അവസരം കിട്ടിയില്ല എന്ന് പറഞ്ഞു. മുഹമ്മദ് റിയാസിനെ പിണറായി വിജയൻ വളർത്തിയെന്ന് പറഞ്ഞു. ബാക്കി 3 ത്രയങ്ങൾ പരാതി പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോഴാണ് എം സ്വരാജ് മത്സരിക്കട്ടെ എന്ന് പിണറായി പറയുന്ന പിണറായിയുടെ ബുദ്ധി വരുന്നത്. ഞാനിതുവരെ ഇവരാരെയും കൈവിട്ടിട്ടില്ല. ഞാൻ വളർത്തിയ, അല്ലെങ്കിൽ എനിക്ക് തോള് തന്ന ഈ ചെറുപ്പക്കാരെ ഞാൻ വിട്ടിട്ടില്ല. മുഹമ്മദ് റിയാസ് വന്നോട്ടെ, അവൻ എൻ്റെ മകളെ വിവാഹം കഴിച്ചതാകാം. പക്ഷേ പിണറായി എന്ന രാഷ്ട്രീയക്കാരൻ ഇപ്പോഴും എം സ്വരാജിനെ കൂടെ നിർത്തുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് എം സ്വരാജ് സ്ഥാനാർത്ഥിയായി. പക്ഷേ എം സ്വരാജിന്റെ മുഖത്തൊരു വൈഷമ്യമുണ്ടോ? എം സ്വരാജിന് തുടക്കം മുതൽ എം സ്വരാജിന്റെ പേര് കേട്ടിരുന്നു. ഇപ്പോൾ അൻവർ മാറിയത് മുതൽ സ്വരാജ് മണ്ഡലത്തിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന സ്വരാജ് ശരിക്കും ഒരു വേള ചെറിയൊരു ഭയം എം സ്വരാജിന് ഉണ്ടായിരുന്നു, ഞാൻ ഇനി ചാവേറാകുമോ എന്നുള്ളത്. ഇവിടെയാണ് പാർട്ടിയുടെ മിടുക്ക് കാണേണ്ടത്. എം സ്വരാജിനെ നിർത്തിയാൽ ചാവേറാകുമോ എന്ന അർത്ഥത്തിലാണ് രാഹുൽ മാങ്കൂട്ടം ചോദിച്ചത്. രാഹുൽ മാങ്കൂട്ടം ചോദിച്ചത് CPM എം സ്വരാജിനെ ഇറക്കാൻ മുട്ടിടിക്കുന്നത് എന്ത് എന്ന് ചോദിക്കുമ്പോൾ ബൈ പൊളിറ്റിക്കലി അത് CPM കൊള്ളും. കാര്യം ആര്യാടൻ ഷൗക്കത്ത് കോൺഗ്രസ്സുകാരനായ ഒരു വലിയ നേതാവിൻ്റെ മകൻ. അപ്പോൾ കോൺഗ്രസിനെതിരെ, കൈപ്പത്തിക്കെതിരെ അരിവാൾ ചുറ്റിക നക്ഷത്രം മത്സരിക്കുമ്പോൾ, അതും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, DYFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി, SFIയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി എന്നീ നിലകളിൽ ഉണ്ടായിരുന്ന ആളാണ് എം സ്വരാജ്. അപ്പോൾ അതിനൊരു കുറെ കൂടെ ഒരു ബൂമുണ്ടാവും. ആ ബൂം എന്ന് പറയുന്ന ഇലക്ഷനിൽ ഭയങ്കരമായിട്ട് പ്രതിനിധിക്കും. അതിപ്പോൾ ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും അത് വളരെ ഒരു വർക്കായിരിക്കും. ഇപ്പോൾ ചെറുപ്പക്കാർ, എം സ്വരാജ് ചെറുപ്പക്കാരൻ കൂടെ ആയതുകൊണ്ട് CPM ചെറുപ്പക്കാർ നന്നായിട്ട് പണിയെടുക്കും. കാര്യം CPM എണ്ണയിട്ട യന്ത്രമാണ് ഈ ഇലക്ഷൻ വർക്ക് എന്ന് പറയുന്നത്. എം സ്വരാജിന് അവിടെ എത്രത്തോളം സ്വാധീനം ഉണ്ടായെന്ന് കൂടി പരീക്ഷിക്കപ്പെടും. ഇത് എം സ്വരാജിന്റെ നാട്, എം സ്വരാജിന് എത്രത്തോളം ഇവിടെ സ്വാധീനമുണ്ട് അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പിണറായി വിജയൻ ബുദ്ധിപരമായിട്ട് തന്നെയാണ്. അതിനിപ്പോ ഇല്ല എന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു കട്ടയം പടം മടക്കാം. എം സ്വരാജിന് ഇതൊരു പരീക്ഷണമാണ്.
എം സ്വരാജിനും പാർട്ടിക്കും ഒരു പരീക്ഷണമാണ്. കാര്യം പാർട്ടി ഇപ്പോൾ 4ാം വർഷത്തിൽ നിൽക്കുമ്പോൾ എന്തെല്ലാം അപഖ്യാതികൾ കേൾക്കാമോ. ഇപ്പോൾ ആശമാരുടെ സമരം, പെൻഷൻകാർക്ക് പെൻഷൻ കൊടുത്തിട്ടില്ല, മന്ത്രിസഭയുടെ ദൂർത്ത്, ആവശ്യമില്ലാതെ കടം ചോദിച്ചതൊക്കെ പോകുന്നു കേന്ദ്രത്തോട്. ഇങ്ങനെ ഒരു 10 വിരൽ നിൽക്കാത്തതിലധികം, നമ്മൾ എണ്ണം പറഞ്ഞാൽ 1, 2, 3, 10 അല്ല, ഒരു 100-ലധികം കുറ്റങ്ങൾ പറയാൻ ഇപ്പോൾ ഉണ്ട്. കുറ്റം പറയാനാണെങ്കിൽ ഭരണത്തിരിക്കുമ്പോൾ കുറ്റം സ്വാഭാവികമാണ്. പക്ഷെ അത്രയധികം കളങ്കിതമായി നിൽക്കുന്ന ഈ അവസരത്തിൽ എം സ്വരാജ് മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും CPM എന്ന് പറയുന്ന പാർട്ടി ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു ആൻസർ ആയിരിക്കും ചിലപ്പോൾ എം സ്വരാജ് ജയിക്കുന്നത്. അപ്പോൾ ശരിക്കും എം വി ഗോവിന്ദന് ചിരിച്ചുകൊണ്ട് ഇളിച്ചുകൊണ്ട് പറയാം, ഞങ്ങളെ ഇത്രയും നിങ്ങൾ തൂത്തെറിഞ്ഞതാണല്ലോ, കണ്ടില്ലേ എന്ന് പറഞ്ഞ് ജയിക്കുകയാണെങ്കിൽ തുച്ഛമായ വോട്ടിനെ ജയിക്കുകയുള്ളൂ. കാര്യം മുസ്ലിം വോട്ട് ഒരു പ്രാധാന്യമാണ്. മുസ്ലിം വോട്ട് അവിടെയുണ്ട്, ക്രിസ്ത്യൻ വോട്ടുണ്ട്, ഹിന്ദു വോട്ടുണ്ട്. ഇത് എം സ്വരാജ് നായരാണ്. ഇപ്പോൾ ഈഴവ വോട്ടൊക്കെ അവിടെ കുറവാണ്. എനിക്കറിയില്ല, മലപ്പുറത്ത് എന്തായാലും കമ്മ്യൂണിറ്റി ബേസിൽ മുസ്ലിം ക്രിസ്ത്യൻ വോട്ടാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്, ഹിന്ദു വോട്ട് കുറവാണ്. ഇപ്പോൾ പ്രീത പറഞ്ഞ പോലെ മലപ്പുറത്തുകാരനായ എം സ്വരാജിന് ഇതൊരു പരീക്ഷണമാണ്. നാട്ടിലൊരു സ്വാധീനം വേണം. തീർച്ചയായിട്ടും. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടെയാണ്. അപ്പോൾ പിണറായി വിജയൻ ഇദ്ദേഹത്തിനെ ഇറക്കുമ്പോൾ 1-2 കാര്യങ്ങളുണ്ട് നമുക്ക് പറയേണ്ടി വരും. ഇവിടെ മഞ്ചേരിയാണ് 2ആയി വിഭജിച്ച് മലപ്പുറമാകുന്നത്. 1965 മുതൽ 67 വരെ 2 തവണ കുഞ്ഞാലി എന്ന അവരുടെ തന്നെ പാർട്ടി സഖാവ് CPM കാരൻ ജയിച്ചിട്ടുണ്ടായിരുന്നു. ഈ കുഞ്ഞാലിയെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. MLA ആയിരുന്ന കുഞ്ഞാലിയെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. അതിൽ 1ാം പ്രതിയാണ് ആര്യാടൻ. എന്നിട്ട് ഈ ആര്യാടൻ രണ്ടാമത്, അതായത് ഈ കൊലയാളിയായ കൊലയാളിയെ പിന്നെ CPM കൊല്ലുകയാണ്. ഒരു ഗോപാലനാണ് കൊലയാളി എന്ന് പറയുന്ന ഇതിൽ ഈ പറയുന്ന കുഞ്ഞാലിയെ വെടിവെച്ച് കൊല്ലുന്നത് ഒരു ട്രാക്ടർ ഡ്രൈവർ, ഒരു ഗോപാലൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ CPM തന്നെ കൊല്ലുന്നു. ശേഷം 1970 മുതൽ 77 വരെ MV ഗംഗാധരൻ എന്ന് പറഞ്ഞ ഇവിടെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു. പ്രീതിക്ക് അറിയാവുന്ന അറിയില്ല. പൈപ്പ് ഗംഗാധരൻ എന്ന് പറഞ്ഞിട്ട് ഒരു ജലസേചന മന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് വെട്ടൊക്കെ വെട്ടിയ, കരുണാകരൻ കൊണ്ടുവന്ന് നിർത്തിയ, കരുണാകരൻ്റെ രാഷ്ട്രീയ ബുദ്ധിയായിരുന്നു ഈ പറയുന്ന ഈ കുഞ്ഞാലിയുടെ മരണശേഷം ഇവിടെ നിലമ്പൂർ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഗംഗാധരനെ കൊണ്ടുവന്നത്. MV ഗംഗാധരൻ ആദ്യം സ്വതന്ത്രനായി മത്സരിക്കുന്നു, പിന്നീട് കരുണാകരൻ അദ്ദേഹത്തിനെ കൈപ്പത്തിച്ചിരത്തി നിർത്തുന്നു. അപ്പോൾ ഒരുപാട് വെട്ടിയാണ് പൈപ്പ് ഗംഗാധരൻ എന്ന പേര് വന്നത്. ഈ വെള്ളം ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്നു. അങ്ങനെ പൈപ്പ് വാങ്ങിയതിൽ വെട്ടി, അങ്ങനെയാണ് പൈപ്പ് ഗംഗാധരൻ്റെ പേര് വരുന്നത്. 1970 ഞങ്ങളുടെയൊക്കെ പഠനകാലത്ത്, സ്കൂൾ പഠനകാലത്താണ് ഈ കഥയൊക്കെ. 1970-77 ഗംഗാധരൻ വരുന്നത്. ഗംഗാധരന് ശേഷം പിന്നീട് വരുന്ന 1980 ഒരു ഹരിദാസ് വെട്ടി എന്ന് പറഞ്ഞപ്പോഴേ പൈപ്പിന്റെ കാര്യം പ്രത്യേകം എടുത്ത് പറഞ്ഞാൽ നന്നായി. വെട്ടി എന്ന് പറയുമ്പോൾ ഏത് വെട്ടാണെന്ന് ആലോചിച്ചു. അല്ല, പൈപ്പ് വാങ്ങിയ ഇനത്തിൽ അവിടുന്ന് ഈ പറയുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഇത് സംസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന ഇനത്തിൽ വെട്ടിപ്പ് നടത്തി. അതിനാണ് പൈപ്പ് ഗംഗാധരൻ എന്ന പേര്. അദ്ദേഹം മരണം വരെ അദ്ദേഹത്തിന്, നമ്മുടെ പൈപ്പ് എന്ന് പറയുമ്പോൾ വെറും നമ്മുടെ ഈ ഡ്രെയിനേജ്, അതെ ഈ ഡ്രെയിനേജ് പൈപ്പ് ഉണ്ടല്ലോ, വലിയ ഡ്രെയിനേജ് പൈപ്പില്ല, കോൺക്രീറ്റ്, അത്തരം പൈപ്പിന്റെ അഴിമതിയാണ് നടത്തിയത് അന്നത്തെ കാലത്ത്. അന്ന് മീഡിയ അത്രയും അലർട്ട് അല്ലായിട്ട് പോലും കേരളകൗമുദിയൊക്കെ കണ്ടുപിടിച്ച വാർത്തയാണ് അത്. കേരളകൗമുദിയാണ് ആ വാർത്ത അടിക്കുന്നത്. ആ വാർത്തയുടെ കണ്ടിന്യൂസ് ആയിട്ട് അടിക്കുന്ന കേരളകൗമുദിയാണ്. അപ്പോൾ അത്തരത്തിൽ MV ഗംഗാധരൻ ജയിക്കുന്നു. ഞാനിതിൻ്റെ ഒരു ചരിത്രം പറയാം ഈ മണ്ഡലത്തിന്റെ. പിന്നീട് ഒരു ഹരിദാസ് വരുന്നുണ്ട്. ഹരിദാസ് ഒരു 10 ദിവസമാണ് MLA ആയിട്ടിരിക്കുന്നത്. ഹരിദാസ് ഇദ്ദേഹത്തിന് ശേഷം 1980 C ഹരിദാസ് എന്ന് പറഞ്ഞ ഒരാൾ മത്സരിക്കുന്നു. അദ്ദേഹം 10 ദിവസം MLA ആണ്. പിന്നെ അദ്ദേഹത്തിന് നേരെ രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ പോകുന്നു. എന്നിട്ട് അവിടെ പിന്നീട് വരുന്നത് TK ഹംസയാണ്. TK ഹംസ എന്ന് പറഞ്ഞാൽ CPM കാരൻ, കോൺഗ്രസിൽ നിന്ന് CPM അടർത്തിക്കൊണ്ടുവന്ന് നിർത്തുന്ന ആളാണ്. അദ്ദേഹം ഇപ്പോഴും CPM കാരനായിട്ടുണ്ട്. ഹംസ പിന്നീട് മന്ത്രിയാകുന്നു. ഇങ്ങനെയാണ് ചരിത്രം. അതിനുശേഷം 82 മുതൽ 87 വരെ ആര്യാടൻ മുഹമ്മദ് ഈ മണ്ഡലത്തിൽ വരികയാണ്. എന്നിട്ട് അതിനേക്കാളും ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞാലിയുടെ കൊലക്കേസിൽ പ്രതിയായ ആര്യാടൻ മുഹമ്മദ് ഇടതുപക്ഷത്തിൻ്റെ ആളായിട്ട് മത്സരിക്കുന്നു. നായനാർ മന്ത്രിസഭയിൽ മന്ത്രിയുമാകുന്നു. അങ്ങനെ ഒരു കഥ കൂടെ ഉണ്ട്. അപ്പോൾ അന്ന് ഈ കുഞ്ഞാലിയുടെ ഭാര്യ ചോദിക്കുന്നുണ്ട്, ഈ നിങ്ങളുടെ പാർട്ടിയിൽ നിങ്ങളുടെ ഒരു സഖാവിനെ കുത്തിക്കൊന്ന് ആര്യാടനെ നിങ്ങൾ കൂടെ കൂട്ടിയില്ലേ എന്ന് ഈ കുഞ്ഞാലിയുടെ ഭാര്യ ചോദിക്കുന്നുണ്ട്. കുഞ്ഞാലി ജയിക്കുന്നത് 2 തവണയും മുസ്ലിം വോട്ടും ഉണ്ടാകും. അപ്പോൾ ഇത്തരത്തിലൊരു ചരിത്രം അവിടെയുണ്ട്. 1980 ആണ് നായനാർ മന്ത്രിസഭയിൽ ഈ ആര്യാടൻ മുഹമ്മദ് മന്ത്രിയാകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പിന്നെ ഈ 80 വരുന്ന മുല്ലപ്പള്ളിയെ തോൽപ്പിച്ചാണ് ആര്യാടൻ വരുന്നത്. അത് കോൺഗ്രസ്സുകാരനെ തോൽപ്പിച്ച കോൺഗ്രസ്സുകാരൻ. പിന്നെ അദ്ദേഹത്തിന്റെ മൂഡ് കോൺഗ്രസ് ആണ്. അന്ന് അദ്ദേഹം ഇടതുപക്ഷത്തോടൊപ്പം നിന്നാണ് മുല്ലപ്പള്ളിയെ തോൽപ്പിച്ചാണ് ആകുന്നത്. ഇതൊക്കെ ഒരു ചരിത്രമാണ്, രസകരമായ ഒരു ചരിത്രമാണ്. എന്നിട്ട് മന്ത്രിയാകുന്നു, പിന്നെ തിരിച്ചു പോകുന്നു, തിരിച്ച് അദ്ദേഹം വീണ്ടും കോൺഗ്രസിലേക്ക് വരുന്നു. അങ്ങനെ ഈ പറയുന്ന പോലെ 2016 മുതൽ
പിന്നീടുള്ള ചരിത്രം നമുക്ക് പെട്ടെന്ന് പറയാം. 2016 മുതൽ 21 വരെ PV അൻവർ ആകുന്നു. ഇതാ അദ്ദേഹം രാജിവെക്കുന്നു. ഇലക്ഷൻ്റെ ചരിത്രത്തിലേക്ക് നമ്മളിപ്പോൾ എത്തുന്നു. വളരെ പെട്ടെന്ന് പറഞ്ഞു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രം പറയുമ്പോൾ കുറേ കൂടെ സംസാരിക്കാനുണ്ട്. നമ്മുടെ ഒരു ക്ലിപ്പ് സമയം അതുകൊണ്ട് അതെ. ഏതായാലും DYFIയുടെ സംസ്ഥാന സെക്രട്ടറി, SFIയുടെ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന എം സ്വരാജ്, SFIയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിരുന്ന എം സ്വരാജ് പാർട്ടി ഇത്തരത്തിൽ ഒരു ദൗത്യം ഏൽപ്പിക്കുമ്പോൾ ഇനി നാളെ മുതൽ നിലമ്പൂർ ഇലക്ഷൻ ഒരു തീർത്തും ഒരു മറ്റൊരു രാഷ്ട്രീയ മാനത്തിലേക്ക് കിടക്കുന്നു. ബൈ പൊളിറ്റിക്കലി വീറും വാശിയുമുള്ള ഒരു മത്സരം നമുക്ക് കാണാം. ഈ മണിക്കൂർ മുതൽ അൻവറിൻ്റെ സ്ഥാനാർത്ഥി അൻവർ എന്ന രാഷ്ട്രീയക്കാരൻ ഇനിയിപ്പോൾ UDF കൂടെ കൂട്ടിയാലും അദ്ദേഹം ഒറ്റയ്ക്ക് മത്സരിച്ചിരുന്നാലും ഇനി 2 മുഖങ്ങൾ മാത്രമേ ചിത്രത്തിൽ നേർക്കുനേർ ഉണ്ടാകുള്ളൂ. അത് ആര്യാടൻ ഷൗക്കത്തും എം സ്വരാജുമാണ്. എം സ്വരാജ് കൂടെ വന്നു കഴിയുമ്പോൾ ചിത്രം മാറും. അവിടെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ചെറുപ്പക്കാർ ഇതാ ഇറങ്ങുന്നു. എം സ്വരാജിനെ ഒരു ദൗത്യം പിണറായി വിജയൻ ഏൽപ്പിക്കുന്നു എന്ന് തന്നെയാണ്. അതായത് LDF ഗവൺമെൻറ്റിൻ്റെ അവസാന നാളുകളിൽ എം സ്വരാജ് തെളിയിക്കണം ഈ പാർട്ടിയുടെ ഭരണം എന്താണ് ഏതാണ്.